പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു തൃശൂർ നഗരം. ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി സ്വരാജ് റൗണ്ടിലെ റോഡ് ഷോയിലാണ് ആദ്യം പങ്കെടുക്കുക. പിന്നീട് തേക്കിൻകാട് മൈതാനിയിലെത്തുന്ന അദ്ദേഹം 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനത്തിലും പങ്കെടുക്കും. ശോഭന, മിന്നുമണി, മറയക്കുട്ടി, വക്കം വിജയലക്ഷ്മി തുടങ്ങിയ വനിതകളാണ് ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടാൻ ഒരുങ്ങുന്നത്. തൃശൂരിൽ നിന്ന് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് അരുൺ അലത്തൂരും ഒപ്പം എം മനോജുമാണ്. ആദ്യം അരുണിലേക്ക്. അരുൺ, എന്തായാലും തൃശ്ശൂർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവേശ പെരുമഴയിലായിരുന്നു. കാരണം ആഹ്ലാദം അലതലുകയായിരുന്നു എമ്പാടും. ഈ പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ നേരത്തെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം, അല്ലേ? തീർച്ചയായിട്ടും അനു, തൃശ്ശൂർ നഗരം പ്രധാന സേവകനെ, പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കൃത്യം 2 മണിക്ക് തന്നെ അദ്ദേഹം ഈ സ്ത്രീ ശക്തി സംഗമ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 2 മണിക്ക് കുട്ടനെല്ലൂരിൽ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് തൃശ്ശൂർ നഗരത്തിലേക്ക് വരിക. തൃശ്ശൂർ നഗരത്തിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ജനറൽ ആശുപത്രി പരിസരത്തേക്കാണ് ആദ്യം പ്രധാനമന്ത്രി എത്തുക. ഈ ജനറൽ ആശുപത്രി പരിസരത്ത് പൗരാവലി അദ്ദേഹത്തെ സ്വീകരിക്കും. അതിനുശേഷം ഇവിടെ നിന്നും 1 കിലോമീറ്റർ ദൂരം അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഉണ്ടാവും. അതായത് ഈ ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് തുടങ്ങുന്ന റോഡ് ഷോ തെക്കേ ഗോപുര നടയും അതുപോലെ തന്നെ നടുവിലാലും കടന്ന് നായ്ക്കനാല് കവാടം വഴിയായിരിക്കും സമ്മേളനം, ഈ സ്ത്രീശക്തി സമ്മേളനം നടക്കുന്ന ആ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുക. റോഡ് ഷോയിൽ 1 ലക്ഷം ആളുകൾ പങ്കെടുക്കും എന്നുള്ളതാണ് BJP അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വിവിധ നാടുകളിൽ നിന്ന് 8 ജില്ലകളിൽ നിന്നായി ആളുകൾ ഇതിനോടകം തന്നെ തൃശ്ശൂരിലേക്ക് തിരിച്ചു കഴിഞ്ഞു. വരും മണിക്കൂറുകളിലെല്ലാം അത്തരത്തിൽ ആളുകൾ തൃശ്ശൂർ നഗരത്തിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റോഡ് ഷോയിൽ പുരുഷന്മാർക്കുൾപ്പെടെ പങ്കെടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. അതേസമയം തന്നെ സമ്മേളനം, സ്ത്രീശക്തി സമ്മേളനം നടക്കുന്ന സമ്മേളന നഗരിയിലേക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് പങ്കെടുക്കാൻ കഴിയുക. 2 ലക്ഷം വനിതകളാണ് സ്ത്രീശക്തി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായി BJP അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അതൊരു ചരിത്രമായി മാറും എന്നുള്ളതിൽ തർക്കമില്ല. കാരണം ഇത്തരത്തിൽ ഈ പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തുന്ന ഈ വേള എന്നുള്ളത് പ്രധാനമായും നമുക്കറിയാം, പാർലമെന്റിൽ സംവരണ ബില്ല് പാസ്സാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പരിപാടിയിൽ രാജ്യത്ത് തന്നെ നടക്കുന്ന വലിയൊരു സ്ത്രീശക്തി സംഗമ പരിപാടിയിലേക്ക് പ്രധാനമന്ത്രി, പ്രധാന സേവകൻ എത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നിമിഷമാണ് ഇന്ന് ഈ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി എന്നുള്ളതാണ്. മഹിളാ മോർച്ച പ്രവർത്തകരുടെയും BJPയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി കേവലം ഒരു രാഷ്ട്രീയ പരിപാടിയല്ല, അതിലുപരി രാജ്യത്തെമ്പാടുമുള്ള സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന ഒരു പരിപാടി കൂടിയാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് സംഘാടകരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. എല്ലായിടത്തും ഹരിത കുങ്കുമ പതാകകൾ ഉയർന്നു കഴിഞ്ഞു. ഏതായാലും ഈ പരിപാടി എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രത്യേകത അർഹിക്കുന്നു, പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം എന്നുള്ളത് നമുക്കറിയാം. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് നിരവധി പദ്ധതികളാണ് എന്നുള്ളതാണ്. അതിന് തുടക്കം കുറിച്ചത് ശൗചാലയങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, പലയിടത്തും ശൗചാലയങ്ങളില്ലാതെ പല നാടുകളിലും സ്ത്രീകൾ തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തേണ്ട സ്ഥിതി, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതിനുപോലും കഴിയാത്ത സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ അഭിമാനത്തെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു അതൊരു വലിയ ദുരിതമായി സ്ത്രീ വിഭാഗം, സ്ത്രീ ജനങ്ങൾ അനുഭവിച്ചിരുന്നത്. അപ്പോഴാണ് എല്ലാ വീടുകളിലും ശൗചാലയം എന്ന പദ്ധതിയുമായി നരേന്ദ്രമോദി സർക്കാർ രംഗത്ത് വന്നത്. അത് വളരെ വിജയകരമായി വിഭാവനം ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ വലിയ വിമർശനങ്ങളൊക്കെ അതിനെതിരെ കേട്ടുവെങ്കിലും പിന്നീട് രാജ്യമെമ്പാടും അതിനെ പ്രകീർത്തിക്കുകയും ഒപ്പം സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാരിനെ വീണ്ടും രണ്ടാമതും അധികാരത്തിലേറ്റുന്ന കാഴ്ചയൊക്കെയാണ് നമുക്ക് ഈ ശൗചാലയ നിർമ്മാണത്തിലൂടെ കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം തന്നെ അതേ കാലയളവിൽ തന്നെ നടപ്പിലാക്കിയ മറ്റ് പദ്ധതികളുണ്ട്. നമുക്കറിയാം, പെൺകുട്ടികൾ ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടികൾ എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ പരിഗണന ലഭിക്കാതെ പോകുന്ന സാഹചര്യം. പലപ്പോഴും ഈ പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ വയറ്റിൽ വെച്ച് തന്നെ ആളുകൾ കൊല്ലുകയോ ഒക്കെ ചെയ്യുന്ന വളരെ ക്രൂരമായ കാര്യങ്ങൾ പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് സുകന്യ സമൃദ്ധി യോജന പോലുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലുള്ള പദ്ധതികൾ, ഇത്തരം പദ്ധതികളെല്ലാം കൊണ്ടുവന്ന് പെൺകുട്ടികളുടെ ആ ഒരു പ്രാധാന്യം എത്രത്തോളമാണെന്ന് സമൂഹത്തിന് വ്യക്തമാക്കി നൽകുന്ന ഒരു
പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് വേണം പറയാൻ. അതിനുശേഷവും നിരവധി പദ്ധതികൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമർഹിക്കുന്ന മറ്റൊരു പദ്ധതി എന്നുള്ളത് ഈ 1 രൂപയ്ക്ക് നാപ്കിൻ കൊടുക്കുമെന്നൊരു പ്രധാനമന്ത്രി പറയുകയാണ്. അത്തരത്തിലൊരു പദ്ധതി ഒരു സ്ത്രീയുടെ ആരോഗ്യ സംരക്ഷണത്തിന് വരെ എത്രമാത്രം നരേന്ദ്രമോദി സർക്കാർ പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് വ്യക്തമാക്കിയ ഒരു കാര്യമാണ്.